അനേക ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതെ, ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയോടെ, പരമാർത്ഥ മനസാക്ഷിയോടെ, നിഷ്കളങ്കതയോടെ നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുകയും നമ്മളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അറിയിക്കുകയും വേണം. എന്നാൽ പലപ്പോഴും നമ്മളുടെ ഭാരങ്ങൾ നാം തന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ജീവിത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഹന്ന എന്ന് പറയുന്ന സഹോദരി, അവൾ എല്ലാ ദിവസവും അവളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ആലയത്തിൽ ചെല്ലുകയും അവളുടെ വിഷയങ്ങൾ ദൈവത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ചുറ്റുപാടുകളിൽ നിന്ന് പല നിന്ദകളും പ്രയാസങ്ങളും പരിഹാസങ്ങളും അവൾക്ക് നേരിടേണ്ടി വന്നു എങ്കിലും അതിൻ്റെ ഒന്നും മുൻപിൽ അവൾ പതറിപ്പോയില്ല. അവൾ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് അവളുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിച്ചു. നിന്ദകളെക്കുറിച്ച് അവൾ വിചാരിച്ചില്ല. സാഹചര്യങ്ങളെക്കുറിച്ചും സമ്മർദ്ദങ്ങളെക്കുറിച്ചും ഭവനത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവൾ ഓർത്തില്ല. അവൾ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചു. അതെ, നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു മറുപടി എന്നത് ദൈവം അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരാൺ തലമുറയെ ദാനമായി കൊടുത്തു. അതെ, അവൻ ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി ശോഭിപ്പിക്കത്തക്കവണ്ണം ദൈവം അവനെ ഉയർത്തി. ജീവിതത്തിൽ പ്രതിസന്ധിയും കഷ്ടവും അനുഭവിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തി നേരായ വഴികളിൽ നടത്തുന്ന ദൈവമാണ്. പലപ്പോഴും നാം വ്യാകുലപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ മറക്കരുത്, താഴ്ന്നു പോകുന്ന പത്രോസിനെ കരം ഉയർത്തിയ കർത്താവിൻ്റെ കരം നിങ്ങളെയും ഉയർത്തുവാൻ ശക്തവും പര്യാപ്തവുമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.